വന്നിട്ട് എത്ര നാളായി സർ? ബാംഗ്ലൂർ വന്നിട്ട് ഏകദേശം 30 years ആയി കാണും. 30 കൊല്ലമായി. ഓക്കെ. അപ്പോൾ ബാംഗ്ലൂർ വന്ന മോർ ദാൻ 30 years. ഓക്കെ. ബാംഗ്ലൂരും വന്നിട്ട് ഈ ഹോട്ടൽ ബിസിനസ് തന്നെ ആയിരുന്നു മെയിനായിട്ട്, അതോ കോൺട്രാക്ട്? ഞാൻ ഈ കോൺട്രാക്ട് അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭദ്രാവതി സിറ്റിയിൽ മുനിസിപ്പൽ ചെയർമാനായി 5 കൊല്ലം. ആ ടൗണിൻ്റെ ചെയർമാനായി ഞാൻ. അപ്പോഴേക്കും അനുജ മരിച്ചു പെട്ടെന്ന്, ഒരു ആക്സിഡൻറ്റിൽ നാട്ടിൽ വെച്ച് അനുജ മരിച്ചു. അതിൽ ഞാനും അനുജനും മാത്രമേ കുടുംബത്തിലുണ്ടായിരുന്നു. ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഈ ഭദ്രാവതിയിൽ വന്നിട്ട് മുനിസിപ്പൽ ചെയർമാനായിരുന്നു, അത് ഭദ്രാവതിയിൽ വന്നിട്ട് എത്ര നാളുകൾക്ക് ശേഷമാണ് അതായത് ഓർമ്മയുണ്ടോ? ഞാൻ ഫസ്റ്റ് കൗൺസിലായത് വന്നിട്ട് 7 കൊല്ലത്തിന്. ഒരു മിനിറ്റ് ഞാൻ പറയാം എക്സാക്ട്. കറക്റ്റ് 5 കൊല്ലത്തിന് ശേഷം കൗൺസിലറായി. ഒരു വലിയ കാര്യമാണ്. കാരണം 10 കൊല്ലം കൊണ്ട് അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നിട്ട് വെറും 5-6 കൊല്ലത്തിന് ശേഷം അവിടെ അഡ്രസ് ഉണ്ടാക്കിയെടുക്കുക, അവിടെ കൗൺസിലറാകുക. എന്നിട്ട് 2ാമത്തെ ഇലക്ഷനിൽ ഞാൻ പ്രസിഡന്റായി. ഒരു വലിയ പരിശ്രമത്തിന്റെ ഒരു അന്ന് അച്യുതൻ മേനോനാണ് നമ്മുടെ ചീഫ് മിനിസ്റ്റർ കർണാടകത്തിന്റെ. CH മുഹമ്മദ് കോയ ഹോം മിനിസ്റ്റർ എന്തോ. അപ്പൊ അവര് രണ്ടാളും ബാംഗ്ലൂർ വന്നിരുന്നു. എന്നോട് ചോദിച്ചു, ഞങ്ങൾ കേരളത്തിൽ മിനിസ്റ്റർ അല്ല, നിങ്ങൾ എങ്ങനെ ഇവിടെ മുനിസിപ്പൽ പ്രസിഡന്റ് ആവാൻ സാധിച്ചു? അപ്പം അങ്ങനെ അതൊരു ക്രെഡിറ്റ് ആയിരുന്നു അന്ന് വാസ്തവത്തിൽ ഞാൻ പ്രസിഡന്റ് ആയത്. അതിനുശേഷം മരിച്ചതിന് ശേഷം എനിക്ക് ബുദ്ധിമുട്ടായി. ഞാൻ വാസ്തവത്തിൽ മുനിസിപ്പൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ആ രാജിവെച്ചതിന് നാട്ടുകാർ ഗരവ് ചെയ്ത് എൻ്റെ വീട്ടിന് മുമ്പിൽ രാജിവെക്കാൻ പാടില്ല, കണ്ടിന്യൂ ആക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ആ ടേം കഴിയുന്നവരെ ഇങ്ങനെ ഒരു 6 മാസം ഉണ്ടായിരുന്നു, കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഫുൾ ടൈം ബിസിനസ്സിലേക്ക് ഇറങ്ങി. കോൺട്രാക്ട് ബിസിനസ് വളരെ സ്പീഡായി ചെയ്യാൻ തുടങ്ങി. കർണാടകത്തിൻ്റെ പല ഭാഗത്തും ഞാൻ വലിയ വലിയ വർക്ക് ചെയ്യാൻ തുടങ്ങി. സാർ ഇപ്പോൾ മലബാർ മുസ്ലിം അസോസിയേഷൻ്റെ പ്രസിഡന്റാണ് അല്ലേ? അതിലും ഇപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്കാം. ഒരു മലബാർ മുസ്ലിം അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം ഇത് ഒരു മിനിറ്റ് നിങ്ങൾക്ക് എൻ്റെ വ്യവസായത്തെ പറ്റി ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല. ഈ കോൺട്രാക്ട് മാത്രമല്ല, ഞാൻ ഇവിടെ കർണാടകത്തിൽ വന്നതിന് ശേഷം ഞാനിവിടെ ഹോട്ടൽ ബിസിനസ്സിലേക്ക് ഇറങ്ങി. ഓക്കെ. ഹോട്ടൽ ബ്രോഡ്ബാൻഡിൻ്റെ 1, 2, 3 ഹോട്ടലിൻ്റെ പാർട്ട്നേഴ്സായി. പിന്നെ ആ ഹോട്ടൽ ഞങ്ങൾ സ്വന്തം തന്നെയായി. അങ്ങനെ ഇവിടെ ഹോട്ടൽ ബിസിനസ്സാക്കി. പിന്നെ മൈസൂരിൽ ഹോട്ടലുണ്ടാക്കി, മാംഗ്ലൂർ ഹോട്ടലുണ്ടാക്കി. ചെറിയ ചെറിയ ഫാക്ടറികളുണ്ട് മൈസൂരിൽ ഞങ്ങൾക്കെല്ലാം. അപ്പോൾ ബിസിനസ് രംഗത്ത് എന്നെ ദൈവം, അതായത് ഞാൻ വിശ്വസിക്കുന്ന അല്ലാഹ് എന്നെ തുണച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത പ്രവർത്തനമെല്ലാം എനിക്ക് ലാഭമായിരുന്നു, നന്നായിട്ട് പോയി. പിന്നെ ദൈവം എനിക്ക് നല്ല മക്കളെയും തന്നു, അനുസരണയുള്ള വളരെയധികം ഹാർഡ്ഷിപ്പ് എടുക്കുന്ന കുട്ടികളാണ്. പിന്നെ ലാസ്റ്റ് ഒരു 10-15 കൊല്ലമായിട്ട് 20 കൊല്ലമായിട്ട് ഏകദേശം ഹാരിസ് എനിക്ക് റൈറ്റ് ഹാൻഡ് ആയിട്ട് എൻ്റെ എല്ലാ പ്രവർത്തനവും അവനും പണിയെടുത്തായിരുന്നു ഒന്ന് ചേർന്നിട്ട്. ചെറിയ മകൻ MBA ലണ്ടനിൽ കഴിഞ്ഞ് വന്നതിന് ശേഷം ഗൾഫിൽ അവനും 10-15 കൊല്ലമായി നന്നായി ബിസിനസ് ചെയ്യാണ്. താങ്കൾക്ക് ഇവിടെ തോന്നുന്ന സ്നേഹം, അങ്ങനെ താങ്കളുടെ പ്രവൃത്തിയിലെ ഒരു ആത്മാർത്ഥതയുടെ തെളിവാണല്ലോ താങ്കൾക്ക് അമേരിക്കൻ കോസ്മോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. അതെ അല്ലേ? അതെ. അത് ഭദ്രാവതി ഞാൻ എന്തിനു കിട്ടി? അതെ, സോഷ്യൽ ആക്ടിവിറ്റീസ് ഭദ്രാവതി ചെയ്തതും ബാംഗ്ലൂർ ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം അവർ കണക്ക് 40 years ആവട്ടെ എൻ്റെ ലൈഫ് അവർ ഫോളോ ചെയ്തെന്നാണ് പറഞ്ഞത്. എന്നെ ഇത് തരാൻ വേണ്ടി അവിടത്തേക്ക് വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ആ സമയത്ത് എനിക്ക് സൗകര്യമില്ല വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ഇവിടെ വിളിച്ചിട്ട് ഇവിടുത്തെ സുപ്രീം കോടതി ജഡ്ജും ഹൈക്കോടതി ജഡ്ജും ചേർന്നിട്ട് മെഡ്രാസ് വെച്ചിട്ടാണ് തരുന്നുള്ളത്. അതുപോലെ തന്നെ വേറെ ഇന്റർനാഷണൽ അംഗീകാരം കൂടി താങ്കൾക്ക് ലഭിച്ചിട്ടുള്ളത്, വേൾഡ് പീസ് അവാർഡ്. അത് എത്രയോ പ്രാവശ്യം ഭദ്രയിൽ നിന്ന് ഭയങ്കര കമ്മ്യൂണൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന സമയത്തല്ല അതിനെ ഞാൻ ഇല്ലാതാക്കിയതിന്. അത് വളരെ മതസൗഹാർദ്ദത്തിന് വേണ്ടി ഇടപെട്ടിട്ട് അങ്ങനെ കുഴപ്പത്തിന് എത്രയോ അവോയ്ഡ് ചെയ്തതിന്റെ പേരിൽ. ഇതൊരു അശ്രാന്ത പരിശ്രമത്തിന്റെയും ഒരു കൂട്ടായ്മയുടെയും ഒരു പ്രതിഫലമാണ്. നമ്മളെ വിശ്വാസം, നമ്മൾ ഒരു മനുഷ്യൻ കറക്റ്റ് ആയിരിക്കണം, പറയുന്നത് ചെയ്യണം, സത്യമായി. കച്ചവടത്തിൽ കള്ളമില്ല. കച്ചവടത്തിൽ മാത്രമല്ല, എനിക്ക് പറയാൻ ജീവിതത്തിൽ ഞാൻ കള്ളു പറയില്ല. എൻ്റെ സ്വഭാവമാണത്. കള്ള് പറയാൻ പാടില്ല. എന്തിനും ഫേസ് ചെയ്യും ഞാൻ, പിന്തിരിഞ്ഞ് ഓടില്ല. എന്തിനും ഏതിനും പിന്തിരിഞ്ഞും ന്യായമായിട്ടാണ്. ഒരിക്കലും ജാതി ചിന്ത എൻ്റെ തലയിൽ ഓരോരുത്തരുണ്ടാവില്ല. അതേസമയത്ത് ഞാൻ നല്ല മുസ്ലിമാണ്. അപ്പോൾ ഒരു നല്ല മുസ്ലിമാനെ അങ്ങനെ ഒരു നല്ല മനുഷ്യനാകാൻ കഴിയും. തീർച്ചയായിട്ടും. എനിക്കതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. ഐ എം എ വെരി ഗുഡ് മുസ്ലിം. അതേസമയത്ത് എൻ്റെ മതത്തിലും പറഞ്ഞു തരുന്നത് മറ്റുള്ള മതത്തിനെയും മറ്റുള്ള മതക്കാരെയും സ്നേഹിക്കാനാണ് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇന്ന് കാണുന്ന ചില വിഡ്ഢിത്തരങ്ങളെ പോലെ എവിടെയും ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല. അത് ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ്. ആർക്കോ വേണ്ടി കൂലിക്ക് ചെയ്യുന്ന കുഴപ്പങ്ങളാണ് അതെല്ലാം. ഈ മലബാർ മുസ്ലിം അസോസിയേഷൻ്റെ പ്രവർത്തന മേഖല മലബാർ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ, അതോ മലയാളികളെ മുഴുവൻ കേരള മലയാളികൾക്ക് മാത്രമല്ല, ചില സമയത്ത് ഞങ്ങൾ ഇവിടുത്തെ കർണാടകക്കാർക്കും കൂടി അതിന് ഞങ്ങൾ സഹായം കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ മകൻ MLA ആണെന്ന് പറഞ്ഞു.
രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും ഇവിടെ റോളുണ്ട്? രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. ഞാനിവിടെ കോൺഗ്രസ് പാർട്ടിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ ഓർഗൻ സെക്രട്ടറി ആയിരുന്നു, കോൺഗ്രസ് പാർട്ടിൻ്റെ സെക്രട്ടറി ആയിരുന്നു, ഭദ്രാവതി സിറ്റി മുനിസിപ്പൽ പ്രസിഡന്റ് ആയിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ 70 കൊല്ലത്തിൽ 50 കൊല്ലവും ഞാൻ അതിൽ കച്ചവടം ചെയ്ത സമയത്തെക്കാളും ഏറെ സോഷ്യൽ ആക്ടിവിറ്റീസിന് ചെലവഴിച്ചതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒരു സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നത് ഒരു തടസ്സമല്ലായിരുന്നു. അതിപ്പോൾ ഞാൻ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ലേ, ഇല്ലെങ്കിൽ ഒരു ഹിന്ദുവിന് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ലേ? അതേമാതിരിയല്ലേ ഉള്ളൂ. ബിസിനസ് വേറെ, സാമൂഹ്യ പ്രവർത്തനം വേറെ, രാഷ്ട്രീയം വേറെ. ഞാൻ രാഷ്ട്രീയത്തിന് എല്ലാം ഒരു മനുഷ്യനിക്ക് അടിയറ വെച്ചിട്ട് രാഷ്ട്രീയക്കാരൻ എനിക്കിഷ്ടമല്ല. കാരണം ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറയുവാണെങ്കിൽ, ഞാൻ കുട്ടിക്കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് മനോഭാവക്കാരനായിരുന്നു, ഒരു സോഷ്യലിസ്റ്റുകാരനാണ്. കാരണം അന്ന് ബൂർഷ്വാസ് സാധുക്കളെ ആക്രമിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ അവിടത്തേക്ക് എത്തിയത്. പിന്നെ കുറച്ചു കാലം എൻ്റെ അഭിപ്രായം മാറിയത്. ആര് ബൂർഷ്വാന്ന് എനിക്കിപ്പോൾ ഡൗട്ടാണ്, ആരെ ദ്രോഹിക്കുന്നുള്ള സംശയത്തിൽ എത്തിപ്പോയി. പിന്നെ ഞാൻ കുറേ കാലം കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. പിന്നെ മഹാത്മാഗാന്ധിയെ പോലെയുള്ള വലിയ, അന്ന് EMS എല്ലാം വന്ന എൻ്റെ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കല്. EMSന് സുഖമില്ലാത്ത അവസരത്തിൽ ഡൽഹിയിൽ നിന്ന് ഇന്ദിരാഗാന്ധി ആ ഹോട്ടലിൻ്റെ മുതലാളി അന്വേഷിച്ചിട്ട് എന്നെ കിട്ടിയത്. എനിക്ക് ഇന്ദിരാഗാന്ധിക്കൊന്നും പരിചയമൊന്നുമില്ല. ഞങ്ങൾ വിചാരിച്ചോണ്ടാ ഇന്ദിരാഗാന്ധി ലെവലിൽ ഞാൻ വലിയ ആളും തോന്നിപ്പോണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ടാ. ഞാൻ ആ ഹോട്ടലിൻ്റെ മുതലാളി എന്ന നിലയിലും EMSൻ്റെ മഹത്വം കൊണ്ട് EMSന് സുഖം അന്വേഷിക്കാൻ എന്നെയാണ് അവിടെ നിന്ന് മേഡം വിളിച്ചത്. അവസാനം ഫോൺ കിട്ടുന്ന എനിക്കാണ്. വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം, വളരെ വേണം, ആവശ്യമുണ്ടാകുന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു, സുസമ്മതനായ. ഇന്നും ഇല്ലാന്നല്ല, ഉണ്ടായിരിക്കും. ഞാൻ ഇല്ല അതിനെപ്പറ്റി ഇന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കുറ്റം പറയല്ല. പിന്നെ മഹാത്മാജി, പിന്നെ അങ്ങനെയുള്ള വലിയ വലിയ ജവഹർലാൽ നെഹ്റു, അബുൽ കലാം ആസാദ്, വല്ലഭായ്, ഇങ്ങനെയുള്ള നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു. സ്വതന്ത്രമാക്കിയത് കോൺഗ്രസ് ആണ്, അതിലെനിക്ക് അഭിപ്രായമില്ല. അതിന് വേറെ ആരെ സഹായം, ഖിലാഫത്തിൻ്റെ അല്ലാതെ വേറെ ഒരു പാർട്ടിൻ്റെ സഹായം ഉണ്ടായിരുന്നില്ല. മറ്റെല്ലാം പിന്നെ വന്നവരാണ്. അതുകൊണ്ട് ഞാനൊരു കോൺഗ്രസ്സുകാരനായി. താങ്കളുടെ ഈ നന്മയ്ക്ക് പിന്നിൽ, ഈ പ്രവർത്തന മണ്ഡലത്തിൽ നല്ല, അതായത് കുറെ സേവനത്തിന് പിന്നിൽ അന്ന് കണ്ടിരുന്ന സിനിമകൾ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യമാണ്. പക്ഷെ അപ്പോ ഒരു കലാ, അതായത് സിനിമ മാത്രമല്ല, എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഉമ്മ പറഞ്ഞു തന്ന മതപരമായ ആ ആശയം ആ സിനിമകളിലും ഒരുപോലെയായിരുന്നു അന്ന്. എനിക്ക് കുട്ടിക്കാലത്ത് എന്നെ വളർത്തുമ്പം എൻ്റെ മദർ പറഞ്ഞു തന്ന കഥകൾ, ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം, ആരെ സഹായിക്കണം, എങ്ങനെ ട്രീറ്റാക്കണം, വീട്ടിൽ വന്നവരെ എങ്ങനെ ട്രീറ്റാക്കണം, അതിഥികൾ എങ്ങനെ ട്രീറ്റാക്കണം, ഇത് എൻ്റെ മദർ പറഞ്ഞു തന്നത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിന് അനുയോജ്യമായ പിക്ചറുകളായിരുന്നു അന്ന് MGR എല്ലാം അഭിനയിച്ചത് തന്നെ. അപ്പൊ നന്മയുടെ അംശങ്ങൾ എവിടെ കണ്ടാലും താൻ വാരിയെടുക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ചെറുപ്പം മുതൽ വീട്ടിൽ നിന്ന് കിട്ടുകയും അതേ രീതിയിലുള്ള നന്മകൾ പുറത്ത് സിനിമയിലായാലും സ്വീകരിക്കാൻ തയ്യാറായി. അത് ജീവിതത്തിന്റെ ഒരു, ഈ വിജയത്തിന്റെ ഒരു, നിങ്ങൾ പിക്ചറിനെ പറ്റി ഒന്ന് ചോദിച്ചില്ലേ? സത്യം പറയുകയാണെങ്കിൽ ഇന്ന് ഒരു പിക്ചർ കാണുന്ന അവസരത്തിൽ ഒരു ഫീലിങ്സിലേക്ക് അത് കൊണ്ടുപോകാൻ തോന്നിയാണെങ്കിൽ ഞാൻ പിക്ചർ ഓഫ് ആക്കും. ഞാൻ വിചാരിക്കും എനിക്ക് വേറെ 100 പണിയുണ്ട്, ഞാൻ എന്തിനാ ഇവരെ തല പൊളിക്കുന്ന ഈ പരിചയമില്ലാത്തതിലെന്നുള്ളത്. പിന്നെ ഇന്നത്തെ പിക്ചർ കണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഇന്നത്തെ സൊസൈറ്റി അങ്ങനെ ആയിപ്പോയി. അത് അഭിപ്രായം പറയാനല്ലേ പറ്റൂ. എൻ്റെ അഭിപ്രായത്തിൽ ചെറുപ്പക്കാർ നശിക്കുന്നതിന് ഒരു വഴി ഇന്നത്തെ പിക്ചറും തോന്നിപ്പോകുന്നുണ്ട്. വികാരമുള്ള മനുഷ്യന്, ഒരാണും പെണ്ണും തമ്മിൽ മീട്ടായിട്ട് ഈ കളി കളിച്ചാൽ ഇരുന്ന് കാണുന്നവർക്കും ആ വികാരം ഉണ്ടായിപ്പോകും. കുട്ടികൾക്ക് അവർ പഠിക്കുന്ന സമയം കളഞ്ഞിട്ട് ഈ വികാരത്തിലേക്ക് അടിമപ്പെട്ടു പോകും. അന്ന് ലവ് എന്ന് പറഞ്ഞാൽ ഒരു കൈ പിടിക്കലാണ്, എന്നിട്ടൊന്ന് ചിരിക്കൽ, ഒന്ന് കൈ പിടിച്ച ഒരു ആടലാണ്, സ്നേഹം മാക്സിമം. ഇന്ന് നിങ്ങൾക്കെല്ലാം അറിയാതെ എന്താണ് ഇന്നത്തെ ലവ്, ഇന്നത്തെ സിനിമൻ്റെ എൻഡെന്ത്. അപ്പം നല്ല നല്ല സിനിമയുണ്ട്, അന്നത്തെക്കാളും നല്ല ആക്ടേഴ്സ് ഇന്നുണ്ട്, ഡയറക്ടേഴ്സും ഉണ്ട്.